ഇവിടെ റെസ്റ്റ് ഉച്ചയ്ക്ക് വണ്ടി ഭയങ്കര ചൂടാണല്ലോ, അതുകൊണ്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഇവിടെ ഈ ഏരിയയിലാണ് നിർത്തിയത്. അപ്പം ഒരിക്കൽ കൂടെ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജിജോ എന്നാണ്. ഞാനിപ്പം ഒരുപാടായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഇടയ്ക്കൊരു ഇൻട്രൊഡക്ഷനൊക്കെ നല്ലതല്ലേ. ഞാൻ ഇവിടെ കോയമ്പത്തൂർ SPT എന്ന് പറഞ്ഞ കമ്പനിയിൽ ട്രെയിലർ ഓടിച്ചുകൊണ്ടിരിക്കും അപ്പം അതിൻ്റെ കൂട്ടത്തിൽ കുറേ വീഡിയോകൾ ഇങ്ങനെ എടുത്തിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതാണല്ലോ അത്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്ത് നിർത്തി കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ പട്ടി, എൻ്റെ കയ്യിലാണെങ്കിൽ ഇന്നലെ വാങ്ങിച്ചതിൽ ഒരു ഇച്ചിരി ചിക്കൻ ബാലൻസ് ഇരിക്കുന്നുണ്ട്. ഞാനത് കൊടുത്തിട്ട് അത് ഭയങ്കര സ്പീഡിലാണ് നിന്നത്. ഭയങ്കര രസമാണ് പട്ടിയെ കാണാനായിട്ട് തന്നെ. കണ്ടോ, ഇത് നിലക്കടലയാണ്, നമ്മളെ കടല അതാണത്. ഞാൻ ഈ വീട്ടുകാരുടെ അടുത്ത് ചോദിച്ചിട്ടാണ് ഈ പട്ടിക്ക് ഇത് കൊടുത്തത്. ഇവരുടെ പട്ടിയാണ്. ഈ കാണുന്ന സ്ഥലം മുഴുവൻ, അതായത് എന്തോരുണ്ടെന്ന് അറിയാം, അറ്റം വരെ കുറേ സ്ഥലം എല്ലാം ഇവരുടെ. ഞാൻ വരുമ്പോൾ ഇവിടെ ഇരുന്ന് ഉള്ളി നന്നായിക്കൊണ്ടിരിക്കുക. ചെറിയ ഉള്ളി തോട്ടത്തിൽ നിന്ന് പറിച്ചത് അവരത് ഒരുക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അത് ഒരുക്കി അവിടെയും വെച്ചിട്ടുണ്ടാവും, ചാറ്റിനകത്ത് എല്ലാം കിട്ടിയിട്ട്. വലിയൊരു ടാങ്കാണ്, വെള്ളത്തിൻ്റെ ടാങ്ക്. ഇതേ കാണണം, ഉണ്ടോ? പമ്പ് ഷെഡ് എന്നൊക്കെ പറഞ്ഞ മഴ നാരങ്ങ എന്തൊക്കെയുള്ളതെന്നറിയോ. രണ്ട് പശുവൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി വഴിയിൽ കാണാം. ഇന്നിപ്പോൾ കോയമ്പത്തൂർ വരെ പോകുന്നു. ഇതിപ്പോൾ സേലം കഴിഞ്ഞിട്ട് നിർത്തിയത് ഞങ്ങൾ. ഭയങ്കര ചൂടായി, ഉച്ചയ്ക്ക് ഭയങ്കര ചൂടായിരുന്നു. ഇപ്പോൾ 3-4 മണിയായി. ഇനിയിപ്പോൾ വണ്ടി എടുക്കാം. വെയിലൊക്കെ പതിയെ ആറ് തുടങ്ങി. കോയമ്പത്തൂർ വരെ പോയിട്ട് അവിടെ സ്റ്റേ ചെയ്യായിരുന്നു. വണ്ടിയുടെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ട്രെയിലറിൻ്റെ മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന്. അതായത് ഇതിന് 2 മിററാണ് വരുന്നത്. ഒന്ന് മുകളിൽ വലിയ മിററും ചെറുത് താഴെയും. ഫ്രണ്ടിൽ ഒരെണ്ണമുണ്ട്, ഇത് സൈഡിലായിട്ട് ഡോറിൻ്റെ സൈഡിലായിട്ട് വേറെ ഒരെണ്ണം വരും. അങ്ങനെ ടോട്ടല് 6 മിറർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ മിററ് ഇത് വന്നിട്ട്, ഈ കാണുന്ന മിറർ വന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ഒരു 3/4 ഭാഗവും ഇവിടെ ഫ്രണ്ട് തൊട്ട് കാണാവുന്ന രീതിയിൽ വെക്കണം. ഈ സാധനം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യപ്പോഴും. ഈ കമ്പി മുന്നോട്ടും പുറകോട്ടും ആക്കിയിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യണത്. ഒരു അഡ്ജസ്റ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ വണ്ടിയുടെ ഏതെങ്കിലും അറ്റം വരെ ബാക്ക് വരെ ജസ്റ്റ് ഒരു കണ്ടാൽ മതി. കാരണം ഈ മിറർ ഉപയോഗിക്കുന്നത് നമ്മൾ വണ്ടി തിരിക്കാൻ നേരത്ത്, റൈറ്റിലേക്ക് തിരിയാൻ നേരത്ത് അങ്ങ് അറ്റം വരെ കാണാനായിട്ടാണ്. ചുറ്റുപാടുമുള്ള സാധനങ്ങളൊക്കെ കാണാൻ പറ്റണം കുറച്ച് മിറർ. അതേമാതിരി തന്നെ ആ മിററും അതേമാതിരി തന്നെയാണ് സെറ്റ് ചെയ്യേണ്ടത്. മുകളിലത്തെ മിറർ നമുക്ക് ബാക്ക് വരെ കാണാൻ പറ്റണം. താഴത്തെ മിറർ നമുക്ക് വണ്ടിയുടെ അറ്റം വരെ കണ്ടാൽ മതി, ഒരറ്റത്ത് മാത്രം കണ്ടാൽ മതി. അതും ലെഫ്റ്റിലേക്ക് തിരിയാൻ നേരത്ത് വണ്ടി ഫുള്ളായിട്ട് കാണാൻ പറ്റണം, ആ പരിസരം മുഴുവൻ കാണാൻ പറ്റും. ആ മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ താഴെ ജസ്റ്റ് താഴെയുള്ള സാധനങ്ങൾ കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്, വണ്ടിയുടെ നേരെ താഴെയുള്ളത്. ഇതും അതേമാതിരി തന്നെ വണ്ടിയുടെ ഫ്രണ്ട് വശം കാണാൻ വേണ്ടി താഴെയുള്ളത്. കാരണം ആരെങ്കിലും ഫ്രണ്ടിൽ നിൽക്കേണ്ടോ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് ഇതിനകത്ത് നോക്കാനായിട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇതാണ് മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പാലക്കാട് വാളയാറ് കഴിഞ്ഞു. വാളയാറ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറി. ഞങ്ങൾ കേരളത്തിലേക്ക് കയറി. രാത്രി കയറിയതാ. ഇപ്പോൾ കിടന്നുറങ്ങി. ഇപ്പോൾ രാവിലെ ഈ സമയപ്പോഴേ 2:30-ക്ക് കിടന്നുറങ്ങി. ഇപ്പോൾ മണി 6:30. ഇപ്പോഴേ എഴുന്നേറ്റത്. 5 മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റായിരുന്നു. എഴുന്നേറ്റിട്ട് വീണ്ടും കിടന്ന് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് എഴുന്നേറ്റത്. എഴുന്നേറ്റതല്ല, കൂടെയുള്ള മറ്റേ പ്രഭാകരൻ വിളിച്ചപ്പോഴാണ് ഞാൻ അറിയണത്.
വണ്ടി എടുക്കണം. ബസ് സ്റ്റോപ്പിലാണ് നിർത്തിയത്. ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അടുത്ത വണ്ടി പോകുന്നുണ്ട്. കേരളത്തിലെ കാഴ്ചകളാണ്. ഓക്കെ, പാലക്കാട് ഇവിടെ മുഴുവൻ മഴയാണെന്നാ പറയണത്. പറയുന്നതല്ല, നല്ല മഴയായിരുന്നു. ഇപ്പോഴും ആകാശം കണ്ടു അറിയാതണ്ട. മൂടി മഴയൊക്കെ നടന്നിരിക്കുകയാണെങ്കിൽ അടുത്ത മഴയ്ക്കുള്ള ചാൻസാണ്. ഇങ്ങനെയൊക്കെ കാണാൻ നല്ല രസമുണ്ട് അല്ലേ? ഇത് നല്ല മഴയായിരിക്കും, അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെയുള്ള ആളെ ഇതുവരെ കാണിച്ചില്ലല്ലോ. പെർമിഷൻ എടുക്കണം, പെർമിഷൻ എടുത്തിട്ടില്ല. ആളുടെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ കാണിക്കാം. ഗ്ലാസ് കയറ്റിയിട്ടാൽ നല്ലതായിരിക്കും. ഞാൻ അപ്പുറത്തെ ഗ്ലാസ് ഇതേമാതിരി തുറന്നിട്ട് അവിടെയൊക്കെ ചെയ്യണമാതിരി തന്നെ. എപ്പോഴെങ്കിലും മഴ പെയ്യും. ഓക്കെ, നോക്കാം. കുതിരാൻ കയറ്റാറായി. കുതിരാൻ കയറ്റമല്ലേ, ഇപ്പോൾ ടണലാണ്. കുതിരാൻ ടണല് ഇത് കഴിയുമ്പോഴേക്കും തൃശ്ശൂരാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കുതിരാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ
നേരത്തെയൊക്കെ എന്ത് പാടായിരുന്നല്ലേ ഈ സാധനം കുതിരാൻ കയറുന്നത്. ഇപ്പൊ എന്ത് എളുപ്പമായി ഈ ടണൽ വന്നുകൊണ്ട്. ഒരു കയ്യിലേ വണ്ടി ഹാൻഡിൽ ചെയ്യാൻ പറ്റണില്ല എനിക്ക്. അപ്പൊ ഞാൻ വെക്കട്ടെ, പിന്നെ കാണിക്കാം. തൃശ്ശൂരാവട്ടെ. തൃശ്ശൂരായി, ഇപ്പൊ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് ആയി. ഇറിഗേഷന്റെ മറ്റേ പൈപ്പ് ഇത് കൊണ്ടുപോകണം, വെള്ളം കൊണ്ടുവന്ന അക്വഡക്റ്റാണെന്ന് തോന്നുന്നത്. അതെ, അക്വഡക്റ്റാണത്. കേരള ജലസേചന വകുപ്പ്. നിങ്ങളെ കൊണ്ട് സ്കൂള് തുടങ്ങുന്നത്. രാവിലെ തന്നെ പിള്ളേർ വിളിച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോ കോൾ ചെയ്ത് റെഡി ആയിട്ട് നിൽക്കുന്നത്. ഞാൻ യൂണിഫോമും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് പോയിരുന്നത്. അപ്പം മോക്കാണെന്നുണ്ടെങ്കിൽ ടൈ ഇല്ല, ബെൽറ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കണ്ടായിരുന്നു. അതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എല്ലാത്തിനും പൈസയും കൊടുത്ത് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടൊന്ന് കൊടുത്തായിരുന്നു. വീട്ടിൽ വന്നിട്ടാണെങ്കിലും നോക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. ഇപ്പോഴായിരിക്കും എടുത്ത് നോക്കുന്നത്. ഇതൊക്കെ ട്രാക്ക് സ്യൂട്ട് ഇല്ല, വെള്ളിയാഴ്ച ബുധനാഴ്ച യൂണിഫോം അതില്ലാന്നൊക്കെ പറഞ്ഞു. ഇപ്പോഴാണ് പറയണം. സൈക്ലിങ്ങിന് പോകാനുണ്ട്. മഴയത്ത് നല്ല രസമായിരിക്കും സൈക്കിൾ ചെയ്യാൻ. ചോദിച്ചോ. തൃശ്ശൂരങ്ങ് കയറി മഴ തുടങ്ങി. നല്ല ഉഗ്രം മഴയാണ്. ഇവിടെ നല്ല പോലെ മഴയുണ്ടെന്ന് പറഞ്ഞത് സത്യമാണ് കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞ മാതിരി ജൂണല്ലേ, ഇനിയിപ്പോൾ മഴയായിരിക്കും ഫുള്ള്. നേരത്തെ തുടങ്ങിയെന്നുള്ളതേ ഉള്ളൂ. എൻ്റെ പ്രശ്നം എൻ്റെ ലോഡിൻ്റെ കാര്യമാണ്. മര്യാദക്ക് നല്ലൊരു പഴുതില്ലാത്തതിൻ്റെ പ്രശ്നം കൊണ്ട് ഇതിപ്പോൾ അവർ എടുക്കാതിരിക്കുമോ എന്താണ് പറയാൻ പോണേന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല. മരുത മുഴുവൻ കയറിയിരിക്കുന്നതുകൊണ്ടേ നനയോ പിടിക്കോ. ഞാൻ പിടിച്ചാലും കുഴപ്പമില്ലാത്ത ഇതാണ്. പക്ഷെ എന്നാലും നിങ്ങൾ എന്ത് പറയുമെന്ന് അറിയാൻ പാടില്ല. വേണ്ട, നല്ല സൂപ്പർ ക്ലൈമറ്റാണ്. ഫുൾ മഴ, എല്ലായിടത്തും മഴ. കളക്ടർ ബ്രോ, നമ്മുടെ പിള്ളേർക്കൊക്കെ ഒരു അവധി പ്രഖ്യാപിക്കണ്ടേ? ക്ലാസ് തുടങ്ങിയില്ല, ഇനി അവധി പ്രഖ്യാപിക്കാമല്ലോ. അല്ലേ? പിള്ളേർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കളക്ടർ ബ്രോ ഇപ്പൊ അവധിയില്ലേന്ന്. എടാ പതിയെ പോടാ. പിള്ളേരെ ഒടുക്കത്തെ സ്പീഡിൽ വന്നിട്ട് സ്പ്ലാഷ് ചെയ്യുന്നു. സ്പ്ലാഷ് ചെയ്യണേനല്ല കുഴപ്പം, ഞങ്ങൾ തെറിച്ച് വീഴും. ഇത് അടിച്ചു കഴിഞ്ഞാല് വരുമെന്നുണ്ട്.
സ്ഥലത്ത് സ്പ്ലാഷ് ചെയ്യണ വീഡിയോ എടുക്കാം കേട്ടോ. സെറ്റാക്കി കൊടുക്കാം. സ്പ്ലാഷിങ് എല്ലാവരും നനഞ്ഞു പോകുന്നത്, എല്ലാവരും നനഞ്ഞു പോകും. മണ്ണൂത്തി ടൗണിലേക്ക് പോകുന്ന വഴിയാണ്. മണ്ണൂത്തി കേരളത്തിലെ ഡിസ്ട്രിക്ട് വൈസ് അങ്ങ് മഴ പെയ്തുകൊണ്ടിരിക്കുക. നല്ല മഴയാ എന്തായാലും. ഇത് കേരളത്തിലായതിൻ്റെ പേര് കുഴപ്പമില്ല. അതേമാതിരി കണ്ടിന്യൂസ് മഴ എങ്ങാനും തമിഴ്നാട്ടിലോ കർണാടകയിലൊക്കെ പെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ വെള്ളപ്പൊക്കമാവും. റോഡ് പണി നടക്കുന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ മഴയും. പക്ഷേ പകൽ വന്നത് കൊണ്ട് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ബ്ലോക്ക് ഇല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി. ഇതിൻ്റെ ഗുരുതം കൊണ്ട് ഇനി മുന്നോട്ടില്ലാതിരുന്നാൽ മതിയായിരുന്നു. അയ്യോ പറഞ്ഞു, അല്ല ഇതാണ് സിഗ്നലാണ്. പിന്നെ മഴ കണ്ടിന്യൂസ് ആയിട്ട് പെയ്തുകൊണ്ടിരിക്കുക. അങ്കമാലി എത്തിയപ്പോൾ ഇപ്പം പെട്ടെന്ന് തോന്നിയ ഒരു തോട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുടങ്ങിയ സമയമാണല്ലോ, നമ്മളെല്ലാവരും വണ്ടി ഓടിക്കുന്നവരാണ്. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടാവും വഴിയിൽ, പിന്നെ ടീച്ചേഴ്സ്, അങ്ങനെ ഒരുപാട് പേര് ബസ് സ്റ്റോപ്പിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. അപ്പോൾ മഴയൊക്കെ ആകുമ്പോഴേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം. കൂടാതെ തന്നെ ഈ വഴിയിൽ വെള്ളം ഉണ്ടാവും നിറച്ചും. ചിലപ്പോൾ ഈ ബസ് സ്റ്റോപ്പിൻ്റെ ഫ്രണ്ടിൽ അതിൻ്റെ സൈഡിൽ ഇവിടെയൊക്കെ വരുമ്പോഴേക്കായിരിക്കും വെള്ളമൊക്കെ ഉള്ളത്.
നമ്മളിങ്ങനെ ശ്രദ്ധിക്കാതെ അങ്ങ് പോയി കഴിഞ്ഞാൽ വെള്ളം അങ്ങ് തെറിച്ച് കഴിയുമ്പോൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന എല്ലാവരും നനയും. അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മളൊന്ന് ശ്രദ്ധിച്ച് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ഒഴിവായി കിട്ടും. അപ്പോൾ ആളുകൾക്ക് നല്ല രീതിക്ക് അവരുടെ കാര്യങ്ങൾക്കൊക്കെ പോകാൻ പറ്റും. ഇല്ലെങ്കിൽ അവരുടെ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം നനഞ്ഞ് ആകെ ഇതാവും. പ്രത്യേകിച്ച് പെൺകുട്ടികൾ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവർക്കത്. അപ്പോൾ ഒരു ചെറിയൊരു എന്താ പറയണത്, എൻ്റെ ഒരു സജഷനാണത്. കാരണം പലപ്പോഴും ഇപ്പോൾ കണ്ടു വഴിയിൽ അവർ ശ്രദ്ധിക്കാത്ത രീതിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. സ്പ്ലാഷിങ് അങ്ങനെ ഭയങ്കരമായിട്ട് സ്പ്ലാഷ് ചെയ്ത് കൊണ്ടുപോകും. നല്ലൊരു ഇതല്ല, അത് കൾച്ചറല്ല അത് എൻ്റെ അഭിപ്രായത്തിൽ. നമ്മളാണ് അങ്ങനെ നിൽക്കുന്നതെങ്കിൽ നമ്മുടെ മേത്തേക്ക് വെള്ളം വീഴുമ്പം ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അത്. അവരോട്ട് കിട്ടുകയില്ല. കിട്ടിയിട്ടും കാര്യമില്ല, കാരണം ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. അപ്പം ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഓക്കെ, അടുത്ത ഇതായിട്ട് കാണാൻ. ഇപ്പം ഇറക്കാനുള്ള വണ്ടിയുടെ മറ്റേ പുറകെയുള്ള വണ്ടിക്കാരൻ്റെ അവൻ്റെ ഇത് നോക്കണം, അഡ്രസ്സ് ഒന്നുകൂടി കറക്റ്റ് ചെയ്യണം. ഇറക്കാനുള്ളത് എവിടെയാണെന്ന് പറഞ്ഞു. എനിക്ക് ഇനി ഒരുപാട് പോകണം. അങ്കമാലി ബസ് സ്റ്റാൻഡാണത്. അതേമാതിരി KSRTC എന്ന് പറഞ്ഞ വണ്ടി, KSRTC പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് ബസ്സുകൾ, ടൂറിസ്റ്റ് ബസ്സല്ല. അവർക്ക് റോഡിൽ ഒരു ചെറിയ പ്രിവിലേജ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരുപാട് പേര് ഉള്ളതാണ്. ട്രാൻസ്പോർട്ടിങ് വണ്ടിക്കകത്ത് ഇഷ്ടംപോലെ പേരുള്ളതാണ്. അവർ ഓരോരുത്തരും ഓരോ ആവശ്യങ്ങൾക്ക് പോകുന്നത്. നമ്മൾ ഒരു ആവശ്യത്തിന് പോകുമ്പോൾ അവർ പല ആവശ്യങ്ങൾക്ക് പോകുന്നവരാണ്. അവർക്ക് ഒരു പ്രിവിലേജ് ഉണ്ട് റോഡിൽ കേട്ടോ. നമ്മൾ വട്ടം വെക്കുക, അതിനെ ഇത് ചെയ്യുക, ഡിസ്റ്റർബ് ചെയ്യുക, അങ്ങനത്തെ പരിപാടിയൊന്നും പാടില്ല. അവർ കയറി പോകണം. അങ്ങനെ അപ്പോൾ ഈ 2 തോട്ടുകളോടുകൂടി ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.